ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റംസാനൊക്കെ ആയിട്ട് ഞാൻ ഇന്നൊരു സ്വീറ്റായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണക്കമുന്തിരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കിഡ്ലൻ അച്ചാർ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നന്നായിട്ട് അരച്ചിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തതാണ്, അത് അതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ കുറച്ച് സവാള നൈസായിട്ട് അരിഞ്ഞത്, ഇപ്പോൾ ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. സവാള അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഏകദേശം വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഒരു 1/2 കപ്പ്, ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്തോളം ഉണ്ട് ഉണക്കമുന്തിരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് മസാലയായിട്ട് ഇതിൽ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നതിന് ശേഷം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കര, അതിപ്പോൾ ഞാനൊരു 1.5 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഒന്ന് പെട്ടെന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തു. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം അടച്ച് വെക്കാം, അപ്പോൾ പെട്ടെന്ന് ശർക്കര എല്ലാം ഉരുക്കി കിട്ടും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ ഉരുകി അച്ചാറിൻ്റെ ഒരു പാകമായിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നു. ഇത് നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ അത്ര ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് സ്വീറ്റാണ്, എന്നാൽ ചെറിയൊരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടേനും. അപ്പോൾ നമ്മൾ നോൺ വെജിൻ്റെയൊക്കെ കൂടെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, കപ്സ, മന്തി റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. എല്ലാവരും